അതെ അതിനൊക്കെ നാണം വേണ്ടേന്ന്. നാണവും മാനവും ഇല്ലാത്ത കൂട്ടരോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത് തന്നെയാണ് ഇപ്പൊ ജനങ്ങളും പറയുന്നത്. അതിനൊക്കെ വല്ല നാണവും മാനവും വേണ്ടായോ? അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ? ഇതിനേക്കാളും വലിയ അധപ്പതനം വേറെ ഉണ്ടോടെ? സണ്ണി ലിയോൺ വെടിയാണെന്ന് മിയാ ഖലീഫ. അങ്ങനെയാണ് നമുക്കിത് കേൾക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അവിവാഹിതരാണെങ്കിൽ വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീധനം ചോദിക്കാൻ പാടില്ല എന്ന പ്രതിജ്ഞ. സ്ത്രീധനം പെണ്ണിനെ വില വയ്ക്കുന്നവരായി സ്ത്രീക്ക് പെണ്ണിന് വില. സ്ത്രീധനം കുറ്റമാണ് ഉണ്ണി, പക്ഷെ കള്ളവെടി പ്രശ്നമല്ല എന്നാണ് അണ്ണന്റെ ഒരു പോളിസി. എന്റെ ഫ്രണ്ട്, എന്റെ കുട്ടന്റെ ക്ലാസ്മേറ്റിന്റെ അമ്മ. അതെ, അണ്ണൻ പണ്ട് മുതലേ എല്ലാ പെണ്ണുങ്ങൾക്കും നല്ല രീതിയിൽ വില നൽകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് മോൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയെ പോലും നല്ല രീതിയിൽ അണ്ണന് വില കൽപ്പിക്കുന്നത്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും താല്പര്യമുള്ള ഒരു സബ്ജക്റ്റാണ് അവിഹിതം. ഇന്നലെ നമ്മുടെ മീഡിയകളിൽ ആഘോഷമായിരുന്നു. മീഡിയയ്ക്ക് എന്തോ ഇല്ലേ ദും 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 ഇതാളം താളം താളം ആ ഒരു സെറ്റപ്പായിരുന്നു. ദേവദുംദുഗീതൻ ഗണേഷ് കുമാറിൻ്റെ അവിഹിതമല്ലോ എന്നും പറഞ്ഞിട്ടായിരുന്നു മീഡിയാസ് ഗണേഷ് കുമാറിൻ്റെ അവിഹിതം എന്നും പറഞ്ഞ് സാധനം അങ്ങോട്ട് പിടച്ചു വിടുന്നത്. ഇത് മന്ത്രി പറയുന്നത് ഇത് അവിഹിതമല്ല, പ്രണയമാണ് എന്നാണ്. ഒരു മനുഷ്യന് എത്ര പ്രണയം, 5000 പ്രണയത്തിൻ്റെ ഒക്കെ കഥ പറയുന്നുണ്ട്. ഇയാൾ ആരും കാമദേവനു 5000 പ്രണയം വലിക്കോ അണ്ണ? 5000 പ്രണയമൊക്കെ അണ്ണൻ. ഈ കേസിന് ആധാരമായിട്ടുള്ള പ്രശ്നം നടന്നിട്ട് 2 ദിവസങ്ങളായി. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു KSU പ്രവർത്തകൻ ഒരു FB പോസ്റ്റ് ഇട്ടു ഗണേഷ് കുമാറിനെതിരെ. ഈ സാധനം അധികം മീഡിയ ഒന്നും എടുത്തങ്ങോട്ട് ചർച്ച ചെയ്തില്ല. പിന്നീട് നമ്മുടെ ന്യൂസ് ചാനൽസ് ഗണേഷ് കുമാറിനെ കണ്ടപ്പോൾ ഈ ഒരു സാധനത്തെ പറ്റി ചോദിച്ചു. ഈ 112 നിങ്ങളെപ്പറ്റി വിളിച്ചല്ലോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ച സമയത്ത് ഗണേഷ് കുമാർ പറയുകയാണ്, ഈ വട്ടുള്ളവർക്ക് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, അവരൊക്കെ വെറുതെ അങ്ങോട്ടൊക്കെ വിളിക്കും, അതൊന്നും കാര്യമില്ല എന്നും പറഞ്ഞിട്ട് എന്നെപ്പറ്റി നിലവിൽ വന്നിരിക്കുന്ന വാർത്തകളെല്ലാം ഞാൻ നിഷേധിക്കുന്നു എന്നും പറഞ്ഞ് അണ്ണ മൊത്തത്തിൽ അങ്ങ് കൈ ഊറും ഗായ്സ്. ഈ സാധനം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് ഗണേഷ് കുമാറിന്റെ രണ്ടാമത്തെ ഭാര്യ, നിലവിലത്തെ ഭാര്യ ബിന്ദു മേനോൻ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു വോയിസ് കോൾ ഇന്റർവ്യൂ കൊടുക്കുന്നത്. ആ ഒരു കോളിൽ ബിന്ദു ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിക്കുന്ന ഐറ്റംസ് ആണ്. പക്ഷെ നമ്മളൊന്നും ഞെട്ടിയില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണന് ഇതുപോലെയുള്ള ഒരു പാസ്റ്റ് നേരത്തെ ഉണ്ട്. ആദ്യത്തെ വൈഫ് യാമിനി തങ്കച്ചൻ 13 കൊല്ലം മുമ്പ് ഏതാണ്ട് ഇതിന് സമാനമായിട്ടുള്ള പരാതിയുമായിട്ട് പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ട്. യാമിനി തങ്കച്ചൻ പ്രസ് മീറ്റ് നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട്. മെയിൻ സ്ട്രീം ചാനലുകളൊന്നും കിടപ്പില്ല, അല്ലാതുള്ള വേറെ കുറച്ച് ചാനലുകളൊക്കെ കാണാൻ പറ്റും. അതിനകത്ത് അവർ കരഞ്ഞ് ബഹളം വെച്ച് പറഞ്ഞ കാര്യത്തിന്റെ ഏതാണ്ട് ഒരു സെയിം പതിപ്പ് തന്നെയാണ് ഇപ്പം ഈ ബിന്ദു മേനോൻ വന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബിന്ദു മേനോന്റെ ഈ വോയിസ് കോഡിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ ഞാൻ കേൾപ്പിക്കാം. ശനിയാഴ്ച ഞാനിപ്പോ 2 മാസമായിട്ട് ഇതേപോലെ ഇലക്ഷന്റെ സമയത്താണ് ഞാൻ അവിടെ പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്താണ് ഞാൻ ഇടയിൽ വന്നത്. അതിന് മുന്നേയും പ്രശ്നമായിരുന്നു. പല സ്ത്രീകളുടെയും പ്രശ്നം വെച്ച് ഞാൻ വഴക്കൂടും. അപ്പൊ ഇവര് തമ്മിൽ മുൻപും പ്രശ്നങ്ങളുണ്ട്. പല സ്ത്രീകളുടെയും പേര് പറഞ്ഞ് വഴക്ക് വിടുന്നത് പതിവാണ്. മാങ്ങാണ്ടി ഒന്നുമല്ല എന്നാണ് അണ്ണന്റെ കയ്യിലിരിപ്പുകളെ പറ്റി ആളുകൾ പറയുന്ന കാര്യം. കാരണം വലിയൊരു മാങ്ങാണ്ടിയുടെ തന്തയായിട്ട് വരുമെന്നാണ് പലരും പറയുന്നത്. സത്യാസമം അറിയത്തില്ല, ബാക്കി പറ കേൾക്കട്ടെ. അപ്പൊ എന്റെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ ആരോട് സംസാരിക്കും, അവരുടെ സ്റ്റാഫിന്റെ ഫോൺ ട്രാക്ക് ചെയ്യും. ഞാൻ സ്വന്തം വൈഫിന്റെ ഫോൺ ട്രാക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാഫിനെ നിയമിക്കുന്ന ഭർത്താവ്, അത് നമ്മുടെ പൈസക്ക് ഞഞ്ഞാട്ടുണ്ട് കേട്ടാ. യവനെയൊക്കെ വിളിച്ചാൽ നോക്കി അവരുമായിട്ട് എന്നെ കണക്ട് ചെയ്ത് ഞാൻ അവരുമായിട്ട് ബന്ധമാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് എന്നെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. അപ്പൊ അവിടെ എല്ലാം പറയും ഞാൻ അമേരിക്കയിലേക്ക് ആരുടെ കൂടെ പോയി, ദുബായിലേക്ക് പോയി, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നിർത്തും. എന്തൊരു സൈക്കോ ആടെ ഇങ്ങേരി. സ്വന്തം ഭാര്യയുടെ ഫോൺ ട്രാക്ക് ചെയ്യുക, സ്വന്തം ഭാര്യയ്ക്ക് പരപുരുഷ ബന്ധമുണ്ടെന്ന് പറഞ്ഞു നടക്കുക, വല്ലാത്തൊരു സ്വഭാവം തന്നെ കേട്ടാ. സോ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് എന്റെ ഫോൺ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവരുടെ സ്റ്റാഫ് ഒന്നും എന്നോട് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ വാളകത്തെല്ലാം ഇതെല്ലാം നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ട് ഞാൻ പല സ്ത്രീകളെയും വിളിച്ച് ഞാൻ കുറെ ഫയർ ചെയ്യലും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അത് ഒരു ഭാര്യയുടെ ഗതികേട് നോക്കണേ, എത്ര സ്ത്രീകളെ അവർ വിളിക്കും. അപ്പൊ ഈ വാളകം എന്ന് പറയുന്ന സ്ഥലത്തെ വീടാണ് അണ്ണന്റെ പ്ലേ ഗ്രൗണ്ട്, കളിസ്ഥലം. അപ്പൊ അവിടേക്ക് ചെന്നപ്പോഴാണ് ഈ ഒരു കാര്യങ്ങൾ ചേച്ചി കാണാനിടയായത്. അതിനെ പറ്റിയും ചേച്ചി പറയുന്നുണ്ട്. നടന്നിട്ടുണ്ട്, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. അപ്പൊ സംശയ രോഗമാണെന്ന് പറഞ്ഞ് എല്ലാവരുടെ പറയുന്നു, എന്റെ വീട്ടുകാരെ വിളിച്ച് പറയുന്നു. അപ്പൊ ഐ ജസ്റ്റ് വാണ്ടഡ് എ ക്ലോഷർ. ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും എനിക്കൊരു ക്ലോഷർ വേണം, പക്ഷെ എനിക്കിത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ ആരോടും പറയാതെ അവിടെ പോയി. ഞാൻ വാതിൽ തുറന്നു. ശാന്തൻ എന്ന് പറയുന്ന ഡ്രൈവറായിരുന്നു. ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത് എനിക്ക് വട്ടാണോ. ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞ് അവിടെ ശാന്തൻ ഓടി വന്ന് എന്നെ തടയാനും ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ എനിക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ
ഞാൻ എന്ത് കണ്ടു സാഹചര്യമായിരുന്നു. മോശത്തിനെക്കാട്ടും പറഞ്ഞാൽ അറിയാത്ത എന്റെ മോശത്തിനെക്കാട്ടിലും മോശം എന്നാണ് പറയുന്നത്. ഗണേശണ്ണൻ ബേബി സൂട്ടി കിടക്കുമായിരുന്നു തോന്നുന്നു. അതെന്താണ് അങ്ങനെ വലിയ എക്സോട്ടിക് പൊസിഷൻ വല്ലതും ആയിരുന്നു? അറിയാലോ, അണ്ണൻ ഹെവി ലൈസൻസ് ഉള്ള വ്യക്തിയാണ്. അന്നേരം ഇച്ചിരി ഹെവി പരിപാടികൾ ആയിരിക്കും. എന്തായാലും ഭാര്യ സ്വന്തം കിടക്കയിൽ ഭർത്താവ് വേറൊരുത്തിയുടെ കൂടെ കിടക്കുന്ന കണ്ടിട്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുന്ന ഒരു ഭാര്യയ്ക്ക് അവസ്ഥ വരരുത്. റെഡ് ഹാൻഡഡ് ആയിട്ട് പൊക്കി, അതാണ് മനസ്സിലായ. എന്നിട്ടും വന്നിരുന്നിട്ട് കൊണയ്ക്കുന്ന കൊണയ്ക്കൊരു കുറവില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇതിന് തെളിവുണ്ട്. വീഡിയോ അല്ല, ഫോട്ടോസ് എല്ലാം ഉണ്ട് എന്റെ കയ്യില്. പെട്ടല്ലോ അണ്ണേ, പെട്ട് കേട്ടാ. ചേച്ചി ഇപ്പൊ വിചാരിച്ച അണ്ണൻ ഒരു ജോണി സിൻസ് ആവാൻ കേരളത്തിലെ. അണ്ണന്റെ ഈ കുൽസിത പരിപാടികൾക്കൊക്കെ കൂട്ടു നിൽക്കുന്ന ആരാണ്? അണ്ണന്റെ സ്റ്റാഫുകള്. അതിനുശേഷം പോലീസിനെ വിളിച്ചോ? എന്തായിരുന്നു? ഞാൻ പോലീസിനെ അല്ല, എനിക്ക് ഐ ലോസ്റ്റ് കൺട്രോൾ. പക്ഷെ ഞാൻ ഐ ഡിഡ് നോട്ട് യൂസ് എ ബാഡ് വേർഡ്. ഐ ഡിഡ് നോട്ട് ഫിസിക്കലി അസോൾട്ട് എനിവൺ. മന്ത്രിയെയോ മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെയോ ഒന്നും ഞാൻ ചെയ്തില്ല. പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ബിക്കോസ് മന്ത്രി അത് പിന്നെയും പറയും എനിക്ക് പ്രാന്താണ്, എനിക്ക് സംശയമാണെന്ന് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ ശാന്ത അവരെ പിടിക്കുക, അവരുടെ ഫോൺ മാറ്റുക എന്നൊക്കെ പറഞ്ഞ് എന്നെ ഹി വാസ് ട്രൈങ് ടു അസോൾട്ട് മീ, ട്രൈ ടു ടേക്ക് മൈ സ്നാച്ച് മൈ ഫോൺ. പക്ഷെ ഞാൻ അതൊന്നും സമ്മതിച്ചില്ല. ഞാൻ ഉടനെ ലേഖ ചേച്ചിയെ വിളിച്ചു. ബിക്കോസ് എനിക്ക് അറിയായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഡയൽ നമ്പർ ലേഖ ചേച്ചി ഇട്ടിട്ടാണ് ഞാൻ പോയത്. ഞാൻ ലേഖ ചേച്ചിയോട് പറഞ്ഞു, ഇഫ് ഐ നീഡ് എനി ഹെൽപ്പ് യു ഹാവ് ടു പിക്ക് അപ്പ് മൈ കോൾ. അത് അല്ലാതെ ഒരു BJP സ്ഥാനാർത്ഥി ഒന്നുമല്ല. ചേച്ചി എന്റെ ബ്രദറിനെ കല്യാണം കഴിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. സോ അത് വിളിച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞു, ബിന്ദു ഇമ്മീഡിയറ്റ്ലി യു കോൾ കൺട്രോൾ റൂം 112. അങ്ങനെയാണ് ഞാൻ വിളിച്ചത്. ഞാൻ ലേഖ ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ച് കണ്ടപ്പോൾ അവരെന്നെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. ഞാൻ ഓടി, ഐ റാൻ ഔട്ട്. പോലീസ് വന്നു കഴിഞ്ഞ് പുറത്തേക്ക് വരാൻ നേരത്ത് പ്രദീപ് എന്ന് പറഞ്ഞാൽ എന്റെ വാതിൽ തുറക്കാൻ സമ്മതിച്ചില്ല. വാതില് എന്റെ കൈ പിടിച്ച് വാതിൽ അടയ്ക്കാനൊക്കെ നോക്കി. ഞാൻ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചു. അത് കഴിഞ്ഞ് പോലീസ് വരുന്നതിന് മുന്നേ തന്നെ ഗണേഷ് കുമാർ ഈ സ്ത്രീയായിട്ട് സ്ത്രീനെ കൊണ്ടുവന്ന കാറിൽ ശാന്തം കയറ്റി. ശാന്തം കൊണ്ടുപോയി ഗണേഷ് കുമാർ ഉള്ളിലേക്ക് ഓടി വാതിലടച്ചു. ഇതാണ് ഉണ്ടായത്. ദിസ് ഇസ് സംതിങ് വിച്ച് ഐ ഡിഡ്ന്റ് വാണ്ട് ടു ടെൽ ബിക്കോസ്. അപ്പം ഈ ഒരു സംഭവം നടന്ന സമയത്ത് ശ്രീലേഖ IPS അറിയാലോ, അവരെയാണ് ഇവർ വിളിച്ചെന്ന് പറയുന്നത്. അവർ ഇവരുടെ റിലേറ്റീവ് ആണ്. അവരിത് കൺഫേം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കോള് വന്നിട്ടുണ്ടായിരുന്നു എന്നും. പിന്നെ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങളുടെ നികുതി ശമ്പളത്തിൽ നിന്ന് സാലറി കൊടുത്ത് ഇയാളെ കൂടെ നിർത്തിയിരിക്കുന്ന സ്റ്റാഫുകളെ വെച്ചിട്ടാണ് അണ്ണന്റെ കള്ളവെടി പരിപാടി നടത്തുന്നത്. അല്ലെങ്കിൽ ഈ മാതിരി കലാപരിപാടിക്ക് കാവല് നിർത്തിയിരിക്കുന്നത്. നാലോചിച്ച് നോക്കും, മന്ത്രിയുടെ കള്ളവെടിക്ക് ജനങ്ങളുടെ ക്യാഷ്. അണ്ണൻ ഈ മാതിരി പരിപാടി കാണിക്കണമെങ്കിൽ അണ്ണന്റെ പൈസയ്ക്ക് ചെലവാക്കി അണ്ണൻ എവിടെങ്കിലും പോയി ചെയ്യണേ. എന്തിനാണ് നിങ്ങൾ ഈ ഗവൺമെന്റ് റിസോഴ്സ് ഉപയോഗിക്കുന്നത്? പിന്നെ വേറൊരു കാര്യം, സ്ത്രീ സുരക്ഷ എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന നമ്മുടെ ഗവൺമെന്റ് ഈ കാര്യത്തിൽ എന്ത് തേങ്ങാക്കൊലയാണ് എടുത്തത്? അവിടെ പോലീസ് വന്നിട്ട് എന്താണ് ചെയ്തത്? ഒന്ന് കേട്ടു നോക്ക്, ഇവരെന്നെ അത് കാര്യം പറയുന്നുണ്ട്. പോലീസ് ഇടപെട്ടില്ല അതിനകത്ത്, അല്ലേ? പോലീസ് വീട്ടിലേക്ക് പോലും വന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്നെ ഈ പ്രദീപ് എന്ന് പറഞ്ഞ ആള് ലോക്ക് ചെയ്തിട്ട് പുറത്തേക്ക് കിടക്കാൻ സമ്മതിക്കില്ല. ഞാൻ പെട്ടിയെടുത്ത് പുറത്തേക്ക് വരുമ്പോ അതിനെല്ലാം സാക്ഷിയും മനോജും ഉണ്ട് അവിടെ. ശാന്തൻ ആ സ്ത്രീയും കൊണ്ട് ഓൾറെഡി പോയി കഴിഞ്ഞു. മിനിസ്റ്റർ ഉള്ളിലുണ്ട്. എന്നിട്ട് ഞാൻ ഈ വാതിലടച്ചിട്ട് ഐ വാസ് തിങ്കിങ് ദ പിങ്ക് പോലീസ് വാസ് വെയിറ്റിംഗ് ഔട്ട് സൈഡ്. അത് ഞാൻ ഹെൽപ്പ് എന്ന് തട്ടിയപ്പോ തുറക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞു, മനോജ് ഒന്ന് തുറക്കാൻ പറയും, എനിക്ക് പോണം എന്ന് പറയുമ്പോ ഈ പ്രദീപ് സമ്മതിക്കുന്നില്ല. എന്റെ കൈ പിടിച്ച് വലിക്കുകയാണ് തുറക്കാതിരിക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ വിചാരിക്കുന്നത് അത് പുറത്തുണ്ടെന്ന്. അത് കഴിഞ്ഞ് എങ്ങനെ ഞാൻ വാല് തുറന്ന് നോക്കുമ്പോ പോലീസും ഇല്ല, പട്ടാളും ഇല്ല, എല്ലാരും പോയി. പക്ഷെ ഞാനൊരു സ്ത്രീ സുരക്ഷ, നല്ല ബെസ്റ്റ് സ്ത്രീ സുരക്ഷയാണ്. അവളോടൊപ്പം തേങ്ങാക്കൊല കാണാൻ പറഞ്ഞ് ഈ വഴിക്കോട്ടം കാണാൻ വന്നു കഴിഞ്ഞാൽ മണ്ണ് വാരി അണ്ണാക്കിൽ എറിയണം. മന്ത്രിയുടെ ഭാര്യയുടെ അവസ്ഥ ഇതാണെങ്കിലും ജനങ്ങളുടെ അവസ്ഥ ഇത് ആലോചിച്ച് നോക്ക്. ഇവർക്കൊരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് 112 പിങ്ക് പോലീസിനെ വിളിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അവരെ ഒരു സുരക്ഷിതമായിട്ടൊരു സ്ഥലത്തോട്ട് എത്തിക്കാമല്ലോ. അതുപോലും ചെയ്യുന്നില്ല. പിന്നെ എന്ത് സുരക്ഷയാണ് ഇവിടുത്തെ സ്ത്രീകൾക്ക് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? കുറെ PR സ്റ്റണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭാവനയും കൂട്ടി വിളിച്ച് അവൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് കുറെ പരസ്യം അടിച്ചിറക്കുക. സത്യത്തിൽ ഇവരൊന്നും അവൾക്കൊപ്പം അല്ല, സെലിബ്രിറ്റികൾക്കൊപ്പം എന്ന് വേണമെങ്കിൽ പറയാം. ഇതേ ഗവൺമെന്റ് തന്നെയാണ് വേടനെ സപ്പോർട്ട് ചെയ്തു വരുന്നത്. അവനോടൊപ്പം ഇവർ എത്ര വെള്ളത്തിലാണ് കാലയോട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ കണ്ടത്, അത് കണ്ടപ്പോൾ അതിന്റെ ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തപ്പോൾ എല്ലാം ഞാൻ CM സാറുടെ മോളെ വിളിച്ചിട്ട് ഞാൻ ഇൻഫോം ചെയ്തിരുന്നു. ഐ ഹാവ് ഓൾ ദി എവിഡൻസസ് ആൻഡ് ഐ ഡോണ്ട് പ്ലാൻ. വിളിച്ചിട്ട് ഇൻഫോം ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ എല്ലാ എവിഡൻസും ഉണ്ട്. ആൻഡ് മൈ പ്ലാൻ ഇസ് നോട്ട് ടു ഡു എനിത്തിങ്, നോട്ട് ടു ഡു എനി ഹാം ടു ദി ഗവൺമെന്റ്.
CM-ന്റെ മകളെ എന്നല്ല CM-നെ വിളിച്ച് ഇൻഫോം ചെയ്തിട്ടും വലിയ കാര്യമൊന്നും. ഈ വിളിച്ച് പറയുമ്പോൾ വല്ല ഓപ്പോസിറ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും വല്ലതും ആയിരുന്നെങ്കിൽ ആ വാളക വീട് ഇപ്പൊ വളഞ്ഞേനെ. പോലീസ് തോക്കൊക്കെ ആയിട്ട് വന്നിട്ട് വളഞ്ഞേനെ, കള്ളവെടി പിടിക്കാൻ പറ്റിയിട്ട്. 13 കൊല്ലം മുമ്പ് ഈ യാമിനിയുടെ കേസ് വന്ന സമയത്ത് നമ്മുടെ അണ്ണൻ ഓപ്പോസിറ്റ് പാർട്ടി ആയിരുന്നു, UDF-ലായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ CM പിണറായി വിജയന്റെ റെസ്പോൺസ് നിങ്ങളൊന്ന് കേൾക്കണം. അതിനൊക്കെ നാണം വേണ്ടേന്ന്. നാണവും മാനവും ഇല്ലാത്ത കൂട്ടരോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത് തന്നെയാണ് ഇപ്പൊ ജനങ്ങളും പറയുന്നത്. അതിനൊക്കെ വല്ല നാണവും മാനവും വേണ്ടായോ? നാണം പോയിട്ട് ഉളുപ്പും ഇല്ല മാനവും ഇല്ലാത്ത ഒരു സർക്കാർ. ഇത് തന്നെയാണ് ജനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാളും കോമഡി ഈ രാഹുൽ മാങ്കൂട്ടം കേസ് വന്ന സമയത്ത് ഗണേഷ് കുമാർ പറഞ്ഞ മറുപടിയാണ്. ഓരോരുത്തർ കാണിക്കുന്ന വൃത്തികേടുകൾ. ഇപ്പൊ എല്ലാവർക്കും ആഗ്രഹം ഒരാളെ പിടിച്ചുകൊണ്ട് ജയിലിൽ ഇട്ടിട്ടുണ്ട്, അയാൾക്ക് ജാമ്യം കിട്ടുമെന്ന് അറിയാനുള്ള വലിയ ആകാംക്ഷയിലാണ്. അയാളെ ഒന്ന് എങ്ങനെയെങ്കിലും ഇറക്കിക്കൊണ്ടു പോകണമെന്നാണ്. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ? കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അയാളെ പുറത്തു പോകാൻ പറയൂ. ഞങ്ങളുടെ ഗൗരവത്തിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാവിന് ധൈര്യമില്ലാണ്. എന്തോ ഒരു പേടിയുണ്ട്, എന്തോ ഒരു സാധനം ഏതാ ഉണ്ട്. നമ്മൾ ഇതൊന്നും കണ്ട് ഇളകേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ പോലെ ഇതിനേക്കാളും വലിയ അധപ്പതനം വേറെ ഉണ്ടോടെ? സണ്ണി ലിയോൺ വെടിയാണെന്ന് മിയാ ഖലീഫ. അങ്ങനെയാണ് നമുക്കിത് കേൾക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. എന്തൊരവസ്ഥയാണോ എന്തോ നമ്മുടെ നേതാക്കന്മാരുടെ. ഇത് മാത്രമല്ല, അണ്ണന്റെ തീപ്പൊരി പ്രസംഗങ്ങൾ എന്നുവെച്ചാൽ സ്ത്രീകളെ പറ്റി പറയുമ്പോൾ വാചാലനാകുന്ന അണ്ണന്റെ ഡയലോഗുകൾ ഇനിയും ഉണ്ട്. വേറെ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ ഒരു അവസരത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും കൂടുതൽ നാണക്കേട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഒരു പെൺകുട്ടിയോട് വിവാഹത്തിന്റെ സ്ത്രീധനം ചോദിച്ച് കൊടുക്കാത്തതിന്റെ പേരിൽ വിസ്മയ ആ കുഞ്ഞിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരു ദാരുണമായ, കേരളത്തിന് തന്നെ ലജ്ജാകരമായ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം നിങ്ങൾ മനസ്സിൽ വെക്കണം. അവിവാഹിതരാണെങ്കിൽ വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീധനം ചോദിക്കാൻ പാടില്ല എന്ന പ്രതിജ്ഞ. സ്ത്രീധനം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നിരോധിക്കപ്പെട്ട നിയമവിരുദ്ധമായ ഒരു സംവിധാനം. നിങ്ങളൊരു പെൺകുട്ടിക്ക്, നല്ലൊരു പെൺകുട്ടിക്ക്, ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതം നൽകുക എന്നുള്ളതിനപ്പുറത്തേക്ക് പെണ്ണിനെ വില വയ്ക്കുന്നവരായി സ്ത്രീക്ക് പെണ്ണിന് വില, അങ്ങനെ എല്ലാ പെണ്ണുങ്ങൾക്കും വില വെക്കാറുണ്ടെന്നാണ് തോന്നുന്നത്. എല്ലാ പെണ്ണുങ്ങൾക്കും സ്ത്രീധനം കുറ്റമാണ് ഉണ്ണി, പക്ഷെ കള്ളവെടി പ്രശ്നമല്ല എന്നാണ് അണ്ണന്റെ ഒരു പോളിസി. ഇവരുടെ ഫസ്റ്റ് അവിഹിതം, ആദ്യത്തെ വൈഫ് ഈ സാധനം പൊക്കിയായിരുന്നല്ലോ. ആ സമയത്ത് ആ സ്ത്രീ വന്ന് പറഞ്ഞത് ഇവരുടെ മോന്റെ സുഹൃത്തിന്റെ അമ്മയുമായിട്ടായിരുന്നു അന്നത്തെ പരിപാടി. എന്റെ ജീവിതം തകർന്നു വീണു വന്ന് എന്റെ ഫ്രണ്ട്, എന്റെ കുട്ടന്റെ ക്ലാസ്മേറ്റിന്റെ അമ്മ. അതെ, അണ്ണൻ പണ്ട് മുതലേ എല്ലാ പെണ്ണുങ്ങൾക്കും നല്ല രീതിയിൽ വില നൽകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് മോൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയെ പോലും നല്ല രീതിയിൽ അണ്ണന് വില കൽപ്പിക്കുന്നത്. സ്ത്രീധനം കുഴപ്പമാണ്, പക്ഷെ അത് കുഴപ്പമില്ലെന്നാണ് അണ്ണൻ്റെ ഒരു മുദ്രാവാക്യം. ഓക്കെ, ഇപ്പോഴത്തെ അണ്ണൻ്റെ പ്രതികരണമാണ് ഇതിനേക്കാളും കോമഡി. ഇപ്പൊ പറയുന്നത് ഇത് പ്രണയമാണ് എന്നാണ്. പ്രണയം അതുകൊണ്ടൊന്ന് കേൾക്കാവേ. പിന്നെ ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെ. മാധവിക്കുട്ടിയുടെ പ്രണയത്തെ പറ്റി ഒന്നും പറയല്ലേ. നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്, കാമദേവനാണ് ഗൈസ്. ഒന്നല്ല 5000 പ്രണയം. ഒരെണ്ണത്തിനെയൊക്കെ പ്രണയിക്കാം, അതിനെ നമുക്ക് പ്രണയമെന്ന് വിളിക്കാം. 2 എണ്ണത്തെ പ്രണയിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രണയം എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കൊരു സംശയമാണ്. പോട്ടെ, 3 എണ്ണം. അണ്ണൻ്റെ ഒരു 5000 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കൊരു 5 എണ്ണമെങ്കിലും ആയിട്ട് കൂട്ടാം. 5000 എന്ന് വെച്ചിട്ട് കുത്തിക്കേറ്റി പറഞ്ഞാണ് നമ്മളങ്ങ് വിശ്വസിക്കുക. 5000 പറയുമ്പോൾ 5 എണ്ണമെങ്കിലും മിനിമം കാണുകയെ 5 സ്ഥലങ്ങളിലായിട്ട്. 5 സ്ഥലങ്ങളിൽ 5 സ്ത്രീകളെയൊക്കെ പ്രണയിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കഴിവാണ് കേട്ടോ. ഹൃദയത്തിനകത്ത് തന്നെ 4 അറകളേ ഉള്ളു. ഓരോ അറകളിൽ ഓരോന്നിനെ വെച്ച് കഴിഞ്ഞാൽ തന്നെയും പിന്നെ ഒരെണ്ണം ബാക്കിയാണ്. ആ ബാക്കി ഒരെണ്ണത്തിന് വേറെ ഏത് അറയും വെക്കുവണ്ണ? അതാണ് സംശയം. ഇതിനെ നമ്മുടെ നാട്ടിൽ പ്രണയം എന്നല്ല വിളിക്കുന്നത്, നല്ല 1ാം തരം ക്യാമം എന്നാണ് വിളിക്കുന്നത്. ക്യാംജി ആണോ നല്ല ക്യാംജി, ജി ഫോർ ഗണേഷ്. ഇപ്പോഴാണ് അതിനൊരു മീനിങ് ആയത്. അവന് തലയ്ക്ക് എന്തെങ്കിലും അസുഖം കാണും, പ്രണയം ഉണ്ടാവും. പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരായ ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായി. എന്റെ പൊന്നണ്ണ, അണ്ണന്റെ കള്ളവെടി തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഈ മഹാന്മാരുടെ പേരൊക്കെ എടുത്ത് ഇതിനകത്തോട്ട് ഇടുന്നത്? അതൊക്കെ പ്രണയം, ഇതൊക്കെ പരിപാടി. എന്റെ ദൈവമേ, ഉണ്ടായിരുന്നു. നമ്മൾ രാജീവ് ഗാന്ധി പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്.
അത് രാജീവ് ഗാന്ധി, ഇത് KB ഗണേഷ് കുമാർ. ഈ KB എന്നുള്ളത് KB എന്നാക്കേണ്ട സമയം കഴിഞ്ഞു. കള്ളവടി ഗണേഷ് കുമാർ എന്നുള്ളതാക്കേണ്ട സമയം കഴിഞ്ഞു. എന്റെ പൊന്നണ്ണേ, നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു, വാജ്പേയിക്ക് ഉണ്ടായിരുന്നു, മാധവിക്കുട്ടി ഉറങ്ങിയിട്ടുണ്ട്. മരിക്കുന്നവരെയും ചൂടുള്ള പ്രണയമാണ് ആവശ്യം. ഇതുപോലെ ന്യായീകരിക്കാൻ അണ്ണനെ കഴിഞ്ഞിട്ടേ ഉള്ളു കഴിവ്. അപ്പം അണ്ണൻ സമ്മതിക്കുന്നില്ല. അണ്ണൻ പറയുന്നത് ഇത് പ്രണയമാണ്, ഇതൊരു തെറ്റല്ല എന്നാണ്. പക്ഷെ ഈ ഒരു സാധനം അവരുടെ വോയിസ് പുറത്തു വന്നതിന് ശേഷം, അതിന് മുമ്പ് പറഞ്ഞ കാര്യമാണ് ഇത് കേട്ടോ, പുറത്തു വന്നതിന് ശേഷം അണ്ണൻ അവരെ വിളിച്ച് കോംപ്രമൈസ് അടിച്ച് മാപ്പ് പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ആ ഒരു വോയിസും കൂടെ ഞാൻ വെക്കാം. ഇമോഷണൽ ഔട്ട്ബേഴ്സിൽ ഞാൻ പറഞ്ഞു, നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു, സത്യം തന്നെയാണ്. ഞാൻ മിനിസ്റ്ററുടെ ആ ഒരു ഫോൺ കോൾ വെയിറ്റ് ചെയ്തിരുന്നു. ഒരു തെറ്റ് ചെയ്താൽ നമ്മളൊരു സോറി പറയണമല്ലോ, അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നിട്ട് അതിന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ 112 വിളിച്ചപ്പോൾ വട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഉള്ള ഒരു ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി എൻ്റെ ഹസ്ബൻഡ് മിനിസ്റ്റർ എൻ്റെ സിസ്റ്ററോട് സംസാരിച്ചു. ഞാൻ ഫോൺ എടുക്കാതിരുന്നത് കൊണ്ട് എൻ്റെ സിസ്റ്ററോട് സംസാരിച്ചു. വളരെ ഇമോഷണൽ ആയിട്ട് പറഞ്ഞു, ശരി തെറ്റ് പറ്റിപ്പോയി, പല തെറ്റുകളും പറ്റിയിട്ട് ഞങ്ങളുടെ വിവാഹത്തിൽ. ഒടുവിൽ ഏറ്റു പറഞ്ഞു അല്ലേ, തെറ്റു പറ്റിപ്പോയി. ഈ തെറ്റു പറ്റിപ്പോയി എന്ന് പറഞ്ഞ വ്യക്തി കുറച്ച് മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് പ്രണയിക്കുക എന്ന്, പ്രണയം ഒരു തെറ്റാണോ അണ്ണാ? പ്രണയം ഒരു തെറ്റായിട്ടല്ലല്ലോ അണ്ണൻ പറയുന്നത്. മീഡിയയുടെ മുന്നിൽ അണ്ണൻ കിങ്ങിനകത്ത് മമ്മൂട്ടിയാ, ജോസഫ് അലക്സ. എന്നാൽ ഓഫ് ദ ക്യാമറ അണ്ണൻ മീശമാധനകത്ത പിള്ളച്ചനാ. എന്റെ സരസു ക്ഷമിക്കണം, പുരുഷു എന്നെ ക്ഷമിക്കണമെന്നും പറഞ്ഞ് കാലി വീണ് മാപ്പുറയിലാണ് എന്റെ പരിപാടി. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല കേട്ടോ. മറ്റേ ചേച്ചി വോയിസുമായിട്ട് ഇറങ്ങി ഫോട്ടോ ഒക്കെ കയ്യിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോഴേ അണ്ണന്റെ കിളി പറന്ന്, ദൈവമേ അവളെങ്ങാനും പുറത്തു വിട്ടാ തീർന്നു. തുണിയും മണിയും ഇല്ല, തെക്കുവടക്ക് ഓടിയ ഫോട്ടോ മൊത്തം നാട്ടുകാർ കാണുമെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് വിളിച്ച് കോംപ്രമൈസ് അടിച്ചു. ഇത്രയും വർഷത്തില് പക്ഷെ ഞാൻ ഒരിക്കലും വിട്ടുപോകണമെന്നോ ഞാനത് മീഡിയയിൽ വരികയാണെന്നോ ഞാൻ ലീഗൽ പോകണം. ഇപ്പോഴും ഞാൻ ഇമോഷണൽ കമലേഷിനോട് സംസാരിച്ചപ്പോ ഐ നെവർ സെഡ് ദാറ്റ് ഐ വോണ്ട് ടു ഗോ ലീഗൽ. ഞാൻ ഓക്കെ ചേച്ചി ഇന്നലെയും പറഞ്ഞ ലീഗലി പോകാനൊന്നും താല്പര്യമില്ല, ചെറുതായിട്ട് നാണം കെടുത്താനുള്ള താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ഫോൺ ആക്രമിക്കാനായിട്ട് ശ്രമിച്ച ശാന്തനോടോ അല്ലെങ്കിൽ പോലീസിനോടോ മൈ ഇന്റൻഷൻ വാസ് നെവർ ടു ടാർണിഷ് ദി ഗവൺമെന്റ് ഓർ മൈ ഹസ്ബൻഡ്. അങ്ങനെ ഞാൻ അന്നും പറഞ്ഞു. ഇന്നലെ സംസാരിച്ചപ്പോഴും ഞാൻ കമലേഷിനോട് അതാണ് പറഞ്ഞത്. മിനിസ്റ്ററും നേരിട്ട് വിളിച്ചോ? അങ്ങനെ അതെ ഇന്ന് കാരണം ഇന്നലെ എന്റെ സിസ്റ്ററോട് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ബിന്ദുവിനോട് ക്ഷമ പറയണമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, അല്ല ഇത്രയും എന്നെ കൊണ്ട് യുനോ ഇത് ചെറിയൊരു ഇഷ്യൂ അല്ല. ബിക്കോസ് ഐ ഹാവ് നെവർ കം ഇൻ പബ്ലിക് ആൻഡ് സ്പോക്കൺ. ബിക്കോസ് ഞാനൊരു മീഡിയ പേഴ്സൺ ആയിരുന്നു എന്നുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും അങ്ങനെ ഒന്നും സംസാരിക്കാനോ എൻ്റെ ഒരു ഇഷ്യൂ ഷെയർ ചെയ്യാനോ ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, ബിന്ദു അങ്ങനെ ഒരു ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. കാരണം എൻ്റെ ആ ഒരു ഇമോഷണൽ ഔട്ട് ബേഴ്സിൽ ഞാനൊരു പേഴ്സണൽ ഇത് ചെയ്തതാണ്. ഇന്നിപ്പോ മിനിസ്റ്റർ രാവിലെ വിളിച്ചിട്ട് ക്ഷമ ചോദിച്ചു തോന്നുന്നു അല്ലെ? ക്ഷമാപണം നടത്തി. ഡെഫിനറ്റ്ലി എൻ്റെ അടുത്ത് പറഞ്ഞു, അത് നമുക്കത് സോർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞില്ലേ കമലേഷ്, ആ ഒരു ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്റെ ഒരു ഇന്റൻഷൻ അതേ ആയിരുന്നില്ല. എന്റെ ഇനിയിപ്പോ പരാതിയായിട്ട് ഒന്നും തന്നെ മുന്നോട്ട് പോകുന്നില്ല. ഞാൻ അന്ന് പറഞ്ഞു പോലീസ് വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഇനി ഒരു പോലീസ് കംപ്ലൈന്റ്, ഞാൻ എന്റെ വീട്ടിലല്ലേ, ഇനി ഞങ്ങൾ പറഞ്ഞു തീർത്ത് ഞങ്ങൾക്ക്, ബിക്കോസ് ഞങ്ങൾ 13 years ആയി, പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. പക്ഷെ അതുകൊണ്ട് ഞാൻ വിട്ടെറിഞ്ഞു പോവാൻ മാത്രം ഉള്ള ഒരു സംഭവമല്ല ജീവിതത്തിൽ. അതെ വിട്ടെറിഞ്ഞു പോകാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും പരസ്ത്രീ ബന്ധം വളരെ ചെറിയൊരു പ്രശ്നമാണ്. വിട്ടെറിഞ്ഞു പോകാൻ വേണ്ടി മാത്രമുള്ള ഒരു ബന്ധമൊന്നുമില്ല. ചേച്ചിയുടെ വലിയ മനസ്സാണ്, ആ മനസ്സാരും കാണാതെ പോകരുത് ഗൈസ്. പരസ്ത്രീ ബന്ധം വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്താണെങ്കിലും എന്തൊക്കെയോ പറഞ്ഞ് ചേട്ടൻ കൺവിൻസ് ചെയ്തിട്ടുണ്ട്. മേ ബി കാല് പിടിച്ചിട്ടുണ്ടാവും. കാര്യം കാല് പിടിക്കുന്നത് ചേട്ടൻ ഒരു പുത്തരിയല്ല. അന്ന് യാമിനി തങ്കച്ചൻ വന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അണ്ണൻ അന്ന് കള്ളവെടി വെക്കാൻ പോയ സ്ത്രീയുടെ ഭർത്താവ് വീട്ടിൽ വന്ന് ഇയാളെ പറ്റിയുള്ള കാര്യങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞ സമയത്ത് അണ്ണൻ എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞ് അയാളുടെ കാലി സാഷ്ടാംഗം പ്രണമിച്ചു അങ്ങ് വീണ് എന്നാണ് യാമിനി അന്ന് പറഞ്ഞത്. അതുകൊണ്ട് കാല് പിടിച്ച് മാപ്പ് പറയുന്നതും അല്ലെങ്കിൽ കോംപ്രമൈസ് അടിക്കുന്നതും ഒക്കെ അണ്ണനൊരു ഉത്തരിയല്ല ഗൈസ്. പിന്നെ രാഷ്ട്രീയക്കാരന്റെ കുണം കാണിക്കാതിരിക്കത്തില്ലല്ലോ. ഇലക്ഷൻ വരുവാണ്. ഈ ഒരു കേസ് പിടിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തനിക്ക് പണി കിട്ടുമെന്ന് മനസ്സിലായതുകൊണ്ട് ഇത് എങ്ങനെങ്കിലും കാലോ കയ്യോ പിടിച്ച് കോംപ്രമൈസ് അടിക്കേണ്ട ഒരു ആവശ്യകത ഏറ്റവും കൂടുതലുള്ളത് അണ്ണനാണ്. അല്ലെങ്കിൽ ബും ചിക്കൻ ബ്ലബ്ല ആയി പോകും. മനസ്സിലായോ? അപ്പൊ പിന്നെ അറിയാലോ, അണ്ണനാണ് കാലേ വീഴും.
അപ്പോൾ എന്താണെങ്കിലും അവസാനം ഒപ്പിച്ച് ഗൈസ് രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ആരെങ്കിലും മറ്റേ മാങ്കൂട്ടത്തിന്റെ കൂട്ട് പുറത്തോട്ട് ആരും ഇനി സ്ത്രീകൾ വന്നില്ലെങ്കിൽ അണ്ണന് കുഴപ്പമൊന്നും ഇല്ലാതെ മിക്കവാറും അണ്ണൻ രക്ഷപ്പെട്ടു പോകും. എന്തായാലും കൊള്ളാം. ഇതൊക്കെയാണ് ഇവന്മാരുടെയൊക്കെ യഥാർത്ഥ കോണം. ഇയാളൊരു നല്ല മന്ത്രിയൊക്കെയാണ്, ഇയാൾ കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു. പക്ഷെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഒരു ധാർമ്മിക ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്. അത് ഇവന്മാർക്ക് ഒന്നിനും ഇല്ലെന്നുള്ളതാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ഏതാണ്ട് ഇതൊക്കെ തന്നെ. ഇവർ രണ്ടുപേരും ഏതാണ്ട് ഒരു തൂവൽ പക്ഷികളൊക്കെ തന്നെ. അണ്ണൻ പ്രണയം എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നെങ്കിൽ പോലും വലിയ മാറ്റമൊന്നുമില്ല. അപ്പൊ എന്താണെങ്കിലും കൂടുതലൊന്നും ഞാൻ ഇതിനകത്ത് പറയാൻ നിൽക്കുന്നില്ല. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ശരി, ടാറ്റ, ബൈ ബൈ.